പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 6ാമത്തെ പ്രാക്ടിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് യൂസ് ഓഫ് PMT ഫംഗ്ഷനാണ്. യൂസ് ഓഫ് PMT ഫംഗ്ഷൻ, അതായത് പീരിയോഡിക് പേയ്മെൻറ്റ് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഈ EMI ഒക്കെ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PMT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്, തിയറിറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻ വരാറുള്ള ഏരിയ തന്നെയാണ് ഈ PMT ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ: ലോൺ എമൗണ്ട് ₹5 lakh, നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് 48 months, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. PMT ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ്. ലോൺ എമൗണ്ട് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് 48 മാസം, അതായത് 4 വർഷം. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ട് 10%. അങ്ങനെയാണെങ്കിൽ അത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രിപ്പയർ 1 വേരിയബിൾ ടേബിൾ, ഡാറ്റ ടേബിൾ ഷോയിങ് ദ റീപേയ്മെൻറ്റ് ഓഫ് എബവ് ലോൺ in different numbers of payments such as 12 months, 24 months, 36 months, 48 months and 60 months. അപ്പോൾ ഇവിടെ 48 മാസം കൊണ്ടാണ് നമ്മളിത് ഈ ലോൺ 5 ലക്ഷം രൂപ 10% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് തിരിച്ചടയ്ക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 12 മാസമാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക? ഒരു മാസം എത്ര ഇൻട്രസ്റ്റ് വരും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. 12 മാസം കൊണ്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ ആനുവൽ റേറ്റ്, ഇൻട്രസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 12 മാസമാണെങ്കിൽ, 24 മാസമാണെങ്കിൽ, 36 മാസമാണെങ്കിൽ, 48 മാസമാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 12 മാസമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടും അല്ലേ. 24 മാസമാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, ഇൻട്രസ്റ്റ് കുറയും. 36 മാസമാണെങ്കിൽ ഇൻട്രസ്റ്റ് വീണ്ടും കുറയും. 48 ആണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തത് ഇവിടെ കിട്ടണം. ദെൻ 60 മാസമാണെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ലിബ്രെ ഓഫീസ് കാൽക്ക് എടുക്കുക. ലിബ്രെ ഓഫീസ് കാൽക്ക് എടുത്തിട്ട് PMTൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ എൻ്റർ ചെയ്ത് നോക്കുക. ഈക്വൽ ടു PMT എന്നിട്ടിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ നമുക്ക് സിൻടാക്സ് ഇവിടെ കാണാൻ പറ്റും. PMTൻ്റെ സിൻടാക്സ് നമുക്ക് ഇവിടെ കാണാം അല്ലേ. റേറ്റ്, NPER, PV, FE, ടൈപ്പ്. ഈ കൊടുത്തിരിക്കുന്ന ഈ സിൻടാക്സിൽ ഉൾപ്പെടുന്ന ഈ വേരിയബിൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതിലുള്ള ഐറ്റംസ് എല്ലാം എന്തൊക്കെയായിരുന്നു? റേറ്റ്, NPER, PV, FE, ടൈപ്പ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 lakh തന്നിട്ടുണ്ട്. അതെന്താണ്? അത് PV ആണ്, പ്രസൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ 5 lakh എന്നുള്ളത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുക. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് 48 months, നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് NPER, അതാണ് NPER എന്ന് പറയുന്നത് 48. ഓക്കെ, 48 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. അടുത്തത് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആനുവൽ റേറ്റ് 10% തന്നിരിക്കുന്നത്. അതങ്ങനെ തന്നെ എൻ്റർ ചെയ്യുക. അതായത് റേറ്റ് 10%, പെർസെൻറ്റേജ്. ഓക്കെ, ഇനി നമുക്കിവിടെ FE അറിയില്ല, ടൈപ്പും അറിയില്ല. FE നിങ്ങൾ 0 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, ടൈപ്പ് എന്നുള്ളത് 1 ആക്കി കൊടുക്കുക. ഓക്കെ, FE 0 നമുക്കറിയില്ല, ടൈപ്പ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കിട്ടണം? PMT കിട്ടണം, അഥവാ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത്, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് കിട്ടണം. അപ്പോൾ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള ഒരു പേരിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ PMT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. PMT ഈക്വൽ ടു, ഇനി നമ്മളിവിടെ ഫംഗ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഈക്വൽ ടു PMT, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം? റേറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ NPER നമ്മൾ 48 മാസം എന്നുള്ള കണക്കിലാണ് കൊടുത്തിരിക്കുന്നത്. റേറ്റ് നമ്മൾ 10%, ഒരു വർഷത്തിലാണ്, ആനുവൽ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വർഷത്തിൽ എത്ര റേറ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല. അതായത് ആക്ച്വലി ഇവിടെ റേറ്റ് 10%, അത് ആനുവലി ആണ്. NPER എന്ന് പറയുന്നത് 48 months, അത് മന്ത്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏതിന്? ഈ 10%-നെ നമ്മൾ മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ആദ്യം ചോദിക്കുന്നത്? റേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ റേറ്റ് ഡിവൈഡഡ് ബൈ 12, ഒരു കോമ ഇടുക. അപ്പോൾ ഇനി NPER ആണ് കൊടുക്കേണ്ടത്. NPER 48, PV ചോദിക്കുന്നുണ്ട്. PV സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു. അടുത്ത FE ആണ്, FE സെലക്ട് ചെയ്യുന്നു, കോമ ഇടുന്നു.
ടൈപ്പ് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് 12,576 രൂപ 49 പൈസ. അപ്പോൾ ഇതെന്താ, ഇത് നമ്മൾ ഓരോ മാസവും അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 5 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 കൊല്ലം കൊണ്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നതെങ്കിൽ 10% അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ ഓരോ മാസവും എത്ര രൂപ അടയ്ക്കണം? 12,576 രൂപ 49 പൈസ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ 1 വേരിയബിൾ ഡാറ്റ ടേബിൾ ഷോയിങ് ദ റീപേയ്മെന്റ് ഓഫ് എബവ് ലോൺ ഇൻ ഡിഫറെന്റ് നമ്പർ ഓഫ് പേയ്മെന്റ് സച്ച് ആസ് 12 months, 24, 36, 48 and 60. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഒരു ലൈൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം നമ്പർ ഓഫ് മന്ത്സ്. അടുത്തത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് അല്ലെങ്കിൽ PMT, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. PMT എന്നും ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്കവിടെ ആൻസർ കിട്ടിയാൽ മതി. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റും നമ്പർ ഓഫ് മന്ത്സ് ഏതൊക്കെയാണ്? 12 മാസം, പിന്നെ 24 മാസം, പിന്നെ 36, 48, 60. 36, 48, 60. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ഏരിയ അങ്ങ് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെയാണ് റിസൾട്ട് വരേണ്ടത്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിൽ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വരണം. അപ്പോൾ ഇതങ്ങ് സെലക്ട് ചെയ്യുക. നിങ്ങൾ എടുക്കേണ്ടത് ഡാറ്റയിൽ പോകുന്നു. ഡാറ്റയിൽ പോയിട്ട് മൾട്ടിപ്പിൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കാണാം. ഡാറ്റയിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻ അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഫോർമുലാസ് കാണിക്കുന്നുണ്ട്, റോ ഇൻപുട്ട് സെല്ല് കാണിക്കുന്നുണ്ട്, കോളം ഇൻപുട്ട് സെല്ല് കാണിക്കുന്നുണ്ട്. ഫോർമുലാസിൽ ഇതെവിടെ നമ്മൾ ഫോർമുല ഇൻപുട്ട് ചെയ്ത് ഇവിടെയാണ് നമ്മളൊരു ഫോർമുല ഇൻപുട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണല്ലോ വരുന്നത് അല്ലേ? അതായത് $B$6, അതായത് B6 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെല്ലിലാണ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്ത് കൊടുത്തത്. അതവിടെ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി റോ ഇൻപുട്ട്. റോ എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെയാണ് റോ വരുന്നത് അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്? കോളം ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്കാണല്ലോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്, നേരെ ഹൊറിസോണ്ടലി അല്ല നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഡാറ്റ നമ്മൾ വെർട്ടിക്കലിയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് കോളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ NPER, അതായത് 48 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ വന്ന് കാണാം. കണ്ടോ? 12 മാസം കൊണ്ടാണെങ്കിൽ 43,594 രൂപ അടയ്ക്കണം. 24 മാസമാണെങ്കിൽ 22,881, 16,000. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ ഈ ആൻസർ തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. സെയിം ആൻസർ അല്ലേ? 48. ഇവിടെ 48 ആണ്. 48 ആയതുകൊണ്ടാണ് 12,576 വന്ന്. ഇവിടെ 48 ആയതുകൊണ്ട് 12,576 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് PMT ഉപയോഗിച്ചുകൊണ്ട് 1 വേരിയബിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഹൊറിസോണ്ടലി ക്രിയേറ്റ് ചെയ്യാം, വെർട്ടിക്കലി ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെർട്ടിക്കലി അഥവാ കോളം വൈസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നിങ്ങൾക്ക് എഴുതാം 12, 24 എന്ന് പറഞ്ഞിട്ട് ഹൊറിസോണ്ടലി നിങ്ങൾക്ക് എഴുതാം, റോ വൈസ് എഴുതാം. അപ്പോൾ റോയിലാണ് നിങ്ങൾ ആ ഇൻപുട്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.